മാരുതി സുസുക്കി ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് AGS ഓട്ടോമാറ്റിക് ഗിയറാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ഗിയറും ഉണ്ട്, ഇത് മാനുവലും ഉണ്ട്. ഈ ഓട്ടോമാറ്റിക് ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഓട്ടോമാറ്റിക് ഗിയർ ഓടിക്കുമ്പോഴും മാനുവൽ ഓടിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് ഗിയറാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ആ ഒരു മോഡ് ഗിയറിലേക്ക് ഇനിയിപ്പോൾ വണ്ടി തട്ടി. ഗിയർ ഇപ്പോൾ ഡിസ്പ്ലേ കാണിക്കുന്നത് ഫസ്റ്റ് ഗിയറാണ്. ഫസ്റ്റ് ഗിയറിന് ഇപ്പോൾ അത് സെക്കൻഡ് ഗിയറിലേക്ക് തട്ടി. ഇനിയിപ്പോൾ തേർഡ് ഗിയറിലേക്ക് എങ്ങനെ ചേഞ്ച് ഒന്ന് കണ്ടോളൂ. ഇങ്ങനെ ഒരു തട്ട് മാത്രമായി തേർഡ് ഗിയർ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. വേറൊരു സുഖം എന്ന് വെച്ചാൽ ഗിയർ ഡൗൺ ആവുന്നത് ഓട്ടോമാറ്റിക് ആയിരിക്കും. ഗിയർ നമ്മൾ അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടി വരും. ബ്രേക്ക് ചവിട്ടേണ്ട, ക്ലച്ച് ചവിട്ടേണ്ട, ഒന്നും ചെയ്യേണ്ട. ഓൺലി ആക്സിലേറ്റർ കാലുണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ തേർഡ് ഗിയറിലാണ് വന്നത്. ഇനിയിപ്പോൾ ഫോർത്തായി, ഫിഫ്ത്തായി. ഇങ്ങനെയായിരിക്കും ഇതിന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ ഈ ഗിയർ ആകുമ്പോൾ വണ്ടി നമ്മളെ സ്മൂത്തിലായിട്ട് ഓടിക്കാൻ പറ്റും. ഡൗൺ ചെയ്യണമെങ്കിൽ ഇതാ മുന്നോട്ടേക്ക് തട്ടിയ ഗിയർ ഡൗൺ ആകും. ഫോർത്തും തേർഡിലേക്ക് ഇങ്ങനെയാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്. വണ്ടിയുടെ സ്പീഡ് കുറയുന്നതോറും ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ആവുന്നതാണ്. ഇതുപോലെ മാനുവലും സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക്കും ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് ഡെൽറ്റ പ്ലസ് AGS ഫ്രോങ്സിൻ്റെ മാരുതി സുസുക്കി. ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് പറയാനുമുള്ളത്